ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ നിർണായകമായ അറസ്റ്റ് ഈ ദിവസം സാധ്യത ഉണ്ടാവുകയാണ്. എ പത്മകുമാർ ഇപ്പോൾ SIT സംഘത്തിന് മുന്നിലേക്ക് എത്തി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് വിധേയമാവുകയാണ്. രാവിലെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും എന്ന സൂചന ലഭിച്ചതിനെ തുടർന്നായിരിക്കണം നേരിട്ട് SITക്ക് മുൻപിലേക്ക് ഹാജരായിരിക്കുന്നത്. അങ്ങനെ ആറാമത്തെ ആളായി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പട്ടികയിലേക്ക് പത്മകുമാർ എത്തുമോ എന്ന് നമുക്ക് ഇന്നറിയാൻ കഴിയും. എല്ലാ തെളിവുകളും പത്മകുമാറിന് എതിരാണ്. ഉദ്യോഗസ്ഥരടക്കം തെളിവുകൾ എതിരാണ്. ഒപ്പം മൊഴികൾ പലതും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, ബൈജു, N വാസു, ആറാമത്തെ പ്രബലനായ വ്യക്തി, ആറാമത് ശബരിമലയിലടക്കം കഴിഞ്ഞ 2019 കാലഘട്ടം 18-19 കാലത്തിൽ പ്രസിഡന്റായിരുന്ന പത്മകുമാറാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? മൊഴികൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മൊഴികളും ലഭ്യമായിട്ടുള്ള, ഇതുവരെ ഉദ്യോഗസ്ഥനടക്കം ലഭ്യമായിട്ടുള്ളതെല്ലാം പത്മകുമാറിന് എതിരാണെങ്കിൽ അറസ്റ്റ് അല്ലാതെ മറ്റൊന്നും വഴിയില്ലല്ലോ. പ്രജീഷ്, പത്മകുമാറിന് ഏറ്റവും വലിയ കുരുക്കായിരിക്കുന്നത് ഒന്ന്, ഇപ്പോൾ പ്രജീഷ് കൈപ്പള്ളി പറഞ്ഞ പട്ടികയുണ്ട്, ഉദ്യോഗസ്ഥർ, അറസ്റ്റിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരുടെ മൊഴിയാണ്. അതിനപ്പുറം വലിയൊരു കുരുക്ക് കൂടി പത്മകുമാറിന് സംഭവിച്ചിരിക്കുന്നത് അത് ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജിയാണ്. ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ ജയശ്രീ പറഞ്ഞത് മിനിറ്റ്സ് തിരുത്തിയതുമായി ബന്ധപ്പെട്ട് ആരോപണം തനിക്കെതിരെ അല്ല, താൻ അത് ചെയ്തത് അന്നത്തെ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് എന്നുള്ളതായിരുന്നു ആ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നത്. അത് പത്മകുമാറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ 2019 കാലത്തെ മിനിറ്റ്സ് രേഖകൾ ഇതിൽ ദേവസ്വം ബോർഡിന്റെ അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തെ പ്രധാനപ്പെട്ട തെളിവ് ആയിട്ടുള്ളത് മിനിറ്റ്സ് ബുക്കുകളാണ്. ആ മിനിറ്റ്സ് ബുക്കുകൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് SITയുടെ ഓഫീസിൽ നിന്ന്, ഈഞ്ചക്കലിലെ ഓഫീസിൽ നിന്ന് അല്പസമയം മുമ്പ് ഉദ്യോഗസ്ഥർ അത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക്, പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ മിനിറ്റ്സ് രേഖകൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ആ മിനിറ്റ്സ് രേഖകൾ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പത്മകുമാറിന്റെ മുന്നിൽ ആ മിനിറ്റ്സ് രേഖകൾ പ്രധാന തെളിവാണ്. ആ തെളിവുകൾ വെച്ചുകൊണ്ടാണ് പത്മകുമാറിന്റെ പ്രതിരോധത്തിന്റെ മുനയൊടിക്കാൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് SIT ഉദ്യോഗസ്ഥർ ഈഞ്ചക്കലിൽ നിന്ന് ബുക്കുകൾ മിനിറ്റ്സിൽ എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായേക്കാം. കാരണം നേരത്തെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് അടക്കം എത്തുമ്പോൾ ഹൈക്കോടതി വലിയ അമ്പരപ്പും ചോദ്യങ്ങളും ഉന്നയിച്ചാണ് മിനിറ്റ്സിന്റെ കാര്യത്തിലൊക്കെ അടക്കം നിലവിലെ ദേവസ്വം ബോർഡ് പോലും പ്രതിക്കൂട്ടിലായതാണ്. അപ്പോൾ എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും SITക്ക്? അതിൽ മിനിറ്റ്സ് രേഖകൾ ക്രമമല്ല എന്നുള്ളത് ഹൈക്കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചതാണ്. അതിനൊപ്പം തന്നെ ഈ സ്വർണം 2019 അവിടെ ഉണ്ടായിരുന്നത് 98 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികളായിരുന്നു. അതാണ് ചെമ്പ് എന്ന് രേഖകളിൽ ഉൾപ്പെടുത്തി പുതിയതായി സ്വർണം പൂശാൻ എന്ന മട്ടിൽ പുറത്തേക്ക് കൊണ്ടുപോയത്. അത് ആരാണ് അതിന് ഉള്ള ആസൂത്രണങ്ങൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുത്തി നടത്തിയത്? ആ ചോദ്യത്തിനാണ് അന്വേഷണ സംഘത്തിന് ഉത്തരം ലഭിച്ചിരിക്കുന്നത്. അത് പത്മകുമാറാണ് എന്നുള്ള ഉത്തരം ലഭിക്കാനുള്ള പ്രധാന കാരണം അത് മിനിറ്റ്സ് രേഖയിലുള്ള പരാമർശങ്ങളാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴികളാണ്. അവരുടെ എല്ലാ മൊഴികളിൽ പറയുന്നത് പത്മകുമാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. നേരത്തെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള കാര്യം പത്മകുമാർ അടക്കം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം എല്ലാവർക്കും വ്യക്തമാണ്. അങ്ങനെ അറിവുള്ള ആൾക്കാർ പിന്നെ എങ്ങനെയാണ് ചെമ്പ് പാളികൾ സ്വർണം പൂശാനായി കൊടുത്തുവിടുന്നു എന്ന് രേഖയുണ്ടാക്കിയത് എന്നതാണ് ഇതിനകത്തെ ഗൂഢാലോചനയുടെ പ്രധാന തെളിവ്. ആ തെളിവിന്റെ പ്രധാന ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ പ്രധാന ആസൂത്രക സ്ഥാനത്ത് ആരാണ് എന്നുള്ള SITയുടെ ചോദ്യത്തിനാണ് ഉത്തരം ഒടുവിൽ ലഭിച്ചിരിക്കുന്നത്. അത് പത്മകുമാറാണ് എന്നുള്ളത്. അങ്ങനെയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് പോകാൻ SIT തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ ഇന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം SIT നടത്തുകയായിരുന്നു. അതാണ് ഇന്ന് രാവിലെ നമ്മൾ വാർത്ത ബ്രേക്ക് ചെയ്ത് കൊടുത്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് പത്മകുമാർ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പത്മകുമാർ SITയുടെ ചോദ്യമുനയിൽ നിൽക്കുകയാണ്. അറസ്റ്റ് ഒഴിവാക്കാനാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ SIT ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി പറഞ്ഞതാണ്. അപ്പോൾ അറസ്റ്റ് നടപടി ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് വരുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഒരു കൃത്യത വന്നില്ലെങ്കിൽ പത്മകുമാറിനെ പോകാൻ അനുവദിച്ചതിന് ശേഷം പിന്നീട് വാസുവിനെ ചെയ്തതുപോലെ പിന്നീട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും SIT നടത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ് പത്മകുമാറിനെ സംബന്ധിച്ച്. അതിനൊപ്പം തന്നെ വാസു 4 മണിവരെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുമാണ്. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഏത് നിമിഷവും പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ ഈ ദിവസം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്ഭുതങ്ങൾ ഒന്നും മറ്റ് സംഭവിച്ചില്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ 2 സാധ്യതകളുണ്ട്. ഏതെങ്കിലും ഉത്തരങ്ങൾക്ക് ഇന്ന് മറ്റെന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ മാത്രം വിട്ടയച്ചേക്കാം. അതല്ല,
ബാക്കി പറയുന്ന മിനിറ്റ്സ് അടക്കമുള്ള പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ തന്നെ പത്മകുമാറിനെ സംബന്ധിച്ചോളം എതിരാണ്. അങ്ങനെയെങ്കിൽ കുരുക്ക് മുറുകുന്ന പത്മകുമാറിന് എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.